പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ് അട്രാക്യൂറിയം ബേസിലേറ്റ്. നമ്മൾ മസിൽ റിലാക്സൻസിലെ ബാക്കി ഇഞ്ചക്ഷൻസിന്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുടനെ ചെന്ന് കണ്ടു നോക്കാട്ടോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ് അട്രാക്യൂറിയം ബേസിലേറ്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസോമർ ഓഫ് അട്രാക്യൂറിയം. അട്രാക്യൂറിയത്തിന്റെ ഐസോമർ ആണ് സിസ് അട്രാക്യൂറിയം എന്ന് പറയുന്നത്. അട്രാക്യൂറിയം ബേസിലേറ്റ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുടനെ ചെന്ന് കണ്ടു നോക്കാട്ടോ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 4 times more potency than അട്രാക്യൂറിയം ബേസിലേറ്റ്. അട്രാക്യൂറിയം ബേസിലേറ്റിനേക്കാളും 4 times more potency സിസ് അട്രാക്യൂറിയം ബേസിലേറ്റിനാണ്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഡസ് നോട്ട് റിലീസ് ഹിസ്റ്റമൈൻ ആൻഡ് ലോഡോനോസിൻ പ്രൊഡക്ഷൻ. ഇത് ഹിസ്റ്റമൈൻ റിലീസും നടത്തുന്നില്ല, ലോഡോനോസിൻ പ്രൊഡക്ഷനും നടത്തുന്നില്ല എന്നതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് സിസ് അട്രാക്യൂറിയം നമ്മുടെ അട്രാക്യൂറിയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലോഡോനോസിൻ പ്രൊഡക്ഷൻ അട്രാക്യൂറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷനിൽ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റബോളൈസ്ഡ് ബൈ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ആണ്. അട്രാക്യൂറിയം ബേസിലേറ്റിനെ പോലെ തന്നെയാണ് സിസ് അട്രാക്യൂറിയം ബേസിലേറ്റിന്റെയും മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളൈസ്ഡ് ബൈ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ആണ് കേട്ടോ. ദെൻ ഡോസ് എന്ന് പറയുന്നത് 0.1 to 0.2 mg/kg ആണ്. ദെൻ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും ആക്ഷൻ എന്നുള്ളതിനെയാണ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 to 3 minutes ആണ്. അതായത് ഓൺസെറ്റ് ഓഫ് ആക്ഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ സർജറിക്ക് കയറ്റി പേഷ്യന്റിന് പ്രീ മെഡിക്കേഷൻ ഡ്രഗ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ്, അതായത് പ്രീ ഓക്സിജനേഷൻ വിത്ത് പ്രീ മെഡിക്കേഷൻ ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിനെ അനസ്തീഷ്യ ഡോക്ടർ വെന്റിലേറ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മസിൽ റിലാക്സന്റ് കൊടുക്കുക. അതായത് സിസ് അട്രാക്യൂറിയം ആണ് നമ്മൾ എടുത്തതെന്ന് അസ്യൂം ചെയ്യുക. സിസ് അട്രാക്യൂറിയം ബേസിലേറ്റ് ഇഞ്ചക്ഷൻ ആ പേഷ്യന്റിന്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ ആ ഒരു കാൽക്കുലേറ്റഡ് ഡോസ് ആ പേഷ്യന്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്യും. അതായത് ആ നമ്മൾ കൊടുത്ത ആ മെഡിസിന്റെ ആക്ഷൻ പേഷ്യന്റിൽ എത്തുന്ന ടൈമാണ് ഈ 2 to 3 minutes എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ടൈമർ ഉണ്ട്, നമ്മുടെ മോണിറ്ററിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ മസിൽ റിലാക്സന്റ് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ ഇടാണ് ചെയ്യുന്നത്. അതിലൊരു 2 to 3 minutes ആകുമ്പോഴാണ് വെന്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനസ്തീഷ്യ ഡോക്ടർ എന്താണ് ഇൻറ്റുബേഷന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റുഡൻസിന് അത് കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 to 15 minutes. അതായത് നമ്മൾ ഇൻറ്റുബേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സർജറി നടക്കുവാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ മസിൽ റിലാക്സന്റ് കൊടുത്ത് ആക്ഷൻ 2 to 3 minutes നടന്നു, ഇൻറ്റുബേഷൻ കഴിഞ്ഞു, സർജറി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്യൂറേഷൻ ആ ഒരു നമ്മൾ കൊടുത്ത ആ മസിൽ റിലാക്സൻ ഡ്രഗിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 10 to 15 minutes ആയിരിക്കും ഉണ്ടാവുന്നത്. അതൊരു 15-20 minutes കഴിയുമ്പോഴേക്കും ആ പേഷ്യന്റ് റിലാക്സേഷൻ മസിലിന്റെ റിലാക്സേഷൻ പോകും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡോസ് ഓഫ് മസിൽ റിലാക്സന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസ് ഓഫ് മസിൽ റിലാക്സന്റ് കൊടുത്ത അത്രയും മെഡിസിൻസ് നമ്മൾ എന്തായാലും സെക്കൻഡ് ഡോസിന് കൊടുക്കില്ല. അപ്പോൾ അതിന്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഡോസേജും അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഒരു വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാട്ടോ. അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.